പാർവതി ശിവനെ തൻ്റെ ഭർത്താവായി ലഭിക്കുവാനായി കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ഗ്രീഷ്മത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും ശിശിരത്തിൽ കഴുത്തുവരെ വെള്ളത്തിലും മുങ്ങിയും മറ്റുമായിരുന്നു തപസ്. തപസ്സിൻ്റെ അവസാനം ചെയ്യാറുള്ള താനേ കൊഴിഞ്ഞു വീഴുന്ന ഇല മാത്രം ഭക്ഷിക്കുക എന്ന നില പോലും വെടിഞ്ഞതിനാൽ പാർവതിക്ക് അപർണ എന്ന നാമം പോലും ലഭിച്ചു. ഇപ്രകാരമുള്ള തപസ്സു കാരണം ദിക്കുകളെല്ലാം തപിക്കുവാൻ തുടങ്ങി. ആ അവസരത്തിൽ ഭഗവാൻ ശങ്കരൻ പാർവതിക്ക് തന്നിലുള്ള പ്രേമവും വിശ്വാസവും പരീക്ഷിച്ചറിയുവാനായി ജടാധാരിയായ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ പാർവതിയുടെ ആശ്രമത്തിൽ ചെല്ലുകയുണ്ടായി. അങ്ങനെയാണ് ശിവന്റെ ജഡിലൻ എന്ന അവതാരം. അതിഥിയായി വന്ന ബ്രഹ്മചാരിയെ പാർവതി ഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ച് സൽക്കരിച്ചു. ബ്രഹ്മചാരി പാർവതിയിൽ നിന്നും തപസ്സിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുകയും ആ ആഗ്രഹം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൂടാതെ ശിവന്റെ ഓരോ കുറ്റങ്ങൾ പെരുപ്പിച്ച് പാർവതിയോട് പറയുകയും പാർവതിയാകട്ടെ ശിവന്റെ ഗുണങ്ങൾ മാത്രം വർണ്ണിക്കുകയും ചെയ്തു. എന്നിട്ടും ശിവനിന്ദ തുടർന്നപ്പോൾ ദേവി അതനുസരിക്കാതെ അദ്ദേഹത്തെ അതിൽ നിന്നും തടയുവാൻ തോഴിയോട് നിർദ്ദേശിച്ച് അവിടം വിട്ടു പോകാൻ ഒരുങ്ങിയപ്പോൾ ബ്രഹ്മചാരി വേഷം മാറി സാക്ഷാൽ പരമശിവന്റെ രൂപം കൊള്ളുകയും ചെയ്തു.